ഹായ് ഹലോ, ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും റെസിപ്പി കാണാം കേട്ടോ. ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം വരെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം പൊടിച്ചത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തില്ലേ, ആ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയിലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അതുകൂടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 2 ഗ്രാമ്പു അതുപോലെ തന്നെ 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, പിന്നൊരു പീസ് ബേ ലീഫ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയുടെ കളറ് മാറി വരുന്ന വരെ വഴറ്റിയെടുക്കണം. അങ്ങനെ സവാളൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരുന്ന വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയം നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ദാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെറ്റിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കറിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 കപ്പ് ജീരകശാല റൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അരി വറുത്തിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് വറുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുത്തിട്ടല്ല കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു പീസ് പട്ട, പിന്നെ 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഇവെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയൊരു പാത്രത്തിലേക്ക് അടികെട്ടുള്ള പാത്രമാണ് എടുക്കേണ്ടത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വരെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലത്തെ പകുതി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടും കൂടിയും വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇനി ഇതിലേക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പീസ് ബേ ലീഫും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഡ്രെയിനാക്കി വെച്ച അരി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ഇടയ്ക്ക് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല, കുറച്ചും കൂടിയും വറ്റി കിട്ടാനുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയില വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി അതുപോലെ തന്നെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.